നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യയെ പിരിഞ്ഞു പോകണമെന്നാണ് അവരുടെ തീരുമാനം അറിഞ്ഞിരുന്നുവെങ്കിൽ നന്ദിനി ഒപ്പിടുമായിരുന്നോ? പറയ് നന്ദിനി. മോളെ, ഇപ്പൊ നീ എന്റെ കുടുംബത്തിലെ അധികാരമുള്ള പെണ്ണാ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് അധികാരം കൂടി എന്നൊക്കെ പറയാൻ എളുപ്പമാണ് സർ. പക്ഷെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങള്. നന്ദിനി, തന്നെ പ്രൊട്ടക്ട് ചെയ്യാന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാനാണ്. അതെങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയോ എന്റെ സഹോദരിമാരോ തന്നെ ഒന്നും ചെയ്യില്ല. ഇത്രയും കാലം അവർക്കൊരു കച്ചിത്തുരുമ്പുണ്ടായിരുന്നു. നിയമപ്രകാരം നമ്മുടെ വിവാഹം നടക്കാത്തതിന്റെ പേരിൽ ഇനി അതുണ്ടാവില്ല. നിയമത്തിന് മുന്നിൽ ഞാനും താനും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. ഓരോ ഉറപ്പ് ഞാൻ തരാം. താനായിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാന്നല്ലാതെ ഞാനായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കില്ല. സൂര്യയുടെ ജീവിതത്തിന് ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് താൻ മാത്രമാണ്. മോളെ, കൂടെ ജീവിക്കുന്ന ഒരു പുരുഷൻ തരുന്നതിനേക്കാൾ ഉറപ്പ് ഒരു പെണ്ണിന് മറ്റാർക്കും തരാൻ കഴിയില്ല. സൂര്യ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ നിന്റെ മനസ്സിൽ നിന്ന് സംശയങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്ക്. എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ പൂർണ്ണ ധൈര്യമുണ്ട്. നന്ദിനി, എവിടെയോ തുടങ്ങി തട്ടിത്തടഞ്ഞൊഴുകി എങ്ങനെയോ ഉറച്ചു പോയതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അതാർക്കും വേർപിരിക്കാനാവില്ലടോ. അല്ല, സാറെങ്ങനെയാ താനീരമ്മയുടെ മുൻപിൽ നിന്ന് അതെടുത്ത് പോക്കറ്റിലിട്ടത്? എന്റെ കൂടെ വരുന്ന താനാണല്ലോ. നിർണായകമായ സന്ദർഭങ്ങളിൽ മുട്ടിടിക്കുന്ന സ്വഭാവം എന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് പോക്കറ്റിലെടുത്തിട്ടു. എന്തായാലും അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നല്ലോ. എന്തായാലും നമുക്ക് ചെന്ന് തന്റെ താന്നിയൂരമ്മയുടെ മുന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാം. എന്തിനൊക്കെ ജീവിച്ച് കാണിക്കാമല്ലോ, അല്ലടാ? വിവേ, താങ്ക്സ് ഡാ. ശരണ്യ, താങ്ക് യു സോ മച്ച്. നന്ദിനി, വാ കേറ്, പോവാം. വാ കേറ്. മോളെ, നീ മുന്നിൽ കേറ്. കേറ്. ശരി ശരി അങ്ങളെ. Nandini, my dear, please come. Nick.